ഈ വർഷം നമ്മുടെ കുരുമുളകൊക്കെ പറിച്ചു. 2 ദിവസം കൊണ്ടൊക്കെയാണ് പറിച്ച് തീർന്ന്. നമ്മൾ സാധാരണ രീതിയിൽ കുരുമുളക് പറിച്ച് കഴിഞ്ഞാൽ ഇത് മെതിച്ചെടുക്കാനാണ് ഏറ്റവും വലിയ പാട്, എല്ലാം ബുദ്ധിമുട്ടാണത്. അപ്പോൾ അതിന് നമ്മൾ 2 ദിവസം ചാക്കിലൊക്കെ കെട്ടി ഒന്ന് വാടാൻ വേണ്ടിയിട്ട് വെച്ച് അത് കഴിഞ്ഞ് നമ്മൾ കാലുകൊണ്ട് മെതിച്ചൊക്കെ എടുക്കണം. അപ്പോൾ കാലുകൊണ്ടൊക്കെ മെതിച്ചെടുക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴത്തേൻ്റെയൊക്കെ തൊലിയെല്ലാം പോവും, പച്ചയുടെ വരെ ചിലപ്പോൾ തൊലി പോവും. അപ്പോൾ നമുക്കത് വലിയ നഷ്ടമാണ്. പിന്നെ കുരുമുളക് കാണാനും നല്ല ഭംഗിയല്ല. ഇത് എങ്ങനെയാണിത് മെതിച്ച് കഴിഞ്ഞിട്ട് ഇത് ഉണക്കിയൊക്കെ എടുക്കണം എന്നുള്ളത് വേറെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഈ പ്രാവശ്യം ഇത് മെതിക്കാൻ ഉള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ ഒരു മാനുവലായിട്ടുള്ള മെഷീൻ മേടിച്ചതിന്, ഈ മെതിക്കാനുള്ള മെഷീൻ. ഇത് വലിയ തോട്ടക്കാർക്കൊക്കെ ഉള്ളത് മോട്ടർ വെച്ചുള്ള മെഷീനുണ്ട്. ഇത് നമ്മൾ കൂത്താട്ടുകുളത്തിനടുത്ത് പാലക്കുഴ എന്ന് പറഞ്ഞൊരു സ്ഥലത്തൊരു ആൾ സ്വന്തമായിട്ട് ചെയ്യുന്ന മെഷീൻ. അയാൾ വർഷങ്ങളായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാനിതുപോലെ യൂട്യൂബിൽ വേറൊരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ അഡ്രസ്സ് മേടിച്ച് നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് താമസം വരും, കാരണം ഒരുപാട് പേര് ഇതിന് ഓർഡറുകാരുണ്ട്. അപ്പോൾ ചെറിയ കർഷകരെ സംബന്ധിച്ച് ഇത് വലിയൊരു അഡ്വാൻറ്റേജാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് മെതിച്ചെടുക്കാനായിട്ട് പറ്റും, ബുദ്ധിമുട്ടില്ല. കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്യാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് മെതിക്കണത് എന്നൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും സിമ്പിളാണ്. ഇതിങ്ങനെ ഒന്ന് കറക്കുന്ന ഒരു സിസ്റ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടിയാണ് ഇതിൻ്റെ കുരു വരുന്നത്, ഇതിൻ്റെ നാര് വരുന്നത്, ചരട് വരുന്നത് ഈ സൈഡിൽ കൂടി പുറത്തേക്ക് വരും. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നൊന്ന് നോക്കാം നമുക്ക്. ഇത് നമ്മളിവിടെ ഒരു അള്ളറ് പോലെയാണ്. ഇതിനകത്ത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കല്ല് മറ്റുള്ള കാര്യങ്ങളൊന്നും വീഴാനിട വരരുത്. അല്ലാത്തത് കുഴപ്പമില്ല, കല്ലൊക്കെ ആണെങ്കിൽ ജാമാവും ചിലപ്പോൾ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒന്ന് വേണ്ട മാനുവലായിട്ട് ഇങ്ങനെ അങ്ങ് തിരിച്ചു കൊടുക്കാൻ പറ്റും. അടിയിൽ ഇങ്ങനെ ഒരു പാത്രം വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചരട് വരുന്നത് കാണും. അപ്പോൾ ഇതിൻ്റെ കുരു താഴോട്ട് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലൊരു പാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുരു അവിടെ കിട്ടും. ചരട് കണ്ട പുറത്ത് ഇതുപോലെ തന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഇത് കൊച്ചു കുട്ടികൾക്ക് കുറേ തിരിക്കാവുന്നതാണ്. എന്താ സിമ്പിളായിട്ട് ഒരാളൊന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചെയ്യുന്ന ആളിന് തന്നെ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് പുതിയ മെഷീനായതുകൊണ്ടാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. അതല്ലെങ്കിൽ സിമ്പിളായിട്ടും പിള്ളേർക്കാണെങ്കിലും കറക്കാവുന്നതായിരുന്നു. നമുക്ക് വലിയവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കുറേശ്ശെ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി.